തൃപ്പൂണിത്തറയിലെ അത്തച്ചമയ ഘോഷയാത്ര തുടങ്ങുന്ന ഈ ബോയ്സ് ഹൈസ്കൂൾ അത്തം നഗറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഘോഷയാത്ര ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി തുടങ്ങും. അതിനു മുമ്പ് ഒരു പതാക ഉയർത്തലും ഒരു ചെറിയ പൊതുസമ്മേളനവും ഉണ്ട്. ഇപ്പോൾ ഇതിവിടെ മാവേലി നമ്മൾ കാണുന്നുണ്ട്. ഈ ഘോഷയാത്രയിലെ എല്ലാ ഘോഷയാത്രയിലും ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണല്ലോ. അപ്പോൾ മാവേലി അതിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ആ ഒരു ഘടകം തന്നെയാണ്. എല്ലാ വർഷവും ഞാൻ കാണുന്ന മാവേലി തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ. ഇപ്പൊ 8-10-12 വർഷമായി ഇവിടെ മാവേലിയായിട്ട് കേട്ടു. അപ്പൊ പതിവ് തെറ്റിക്കാതെ ഈ വർഷവും അത്തത്തിന് തന്നെ വന്നു. അത്തത്തിന് തന്നെ എത്തി. അപ്പൊ അങ്ങനെ മാവേലി ഇവിടെ ഇവിടെ ഈ പറയുന്ന പഴയ ഓർമ്മകളും ഐതിഹ്യത്തിന്റെ ഓർമ്മകളും ഒക്കെ ഉണർത്തി മാവേലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ നമ്മളുടെ ഈ അത്തം ഘോഷയാത്ര, ഈ അത്തം ആഘോഷം, അത്തച്ചമയ ഘോഷയാത്രയുടെയും ഒക്കെ സംഘാടക സമിതി ഇപ്പോൾ ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ എത്തിയിട്ടുണ്ട്. ഈ തവണ ഈ ഘോഷയാത്ര ഉണ്ടാകുമോ എന്നൊക്കെ നമ്മളിങ്ങനെ അറിയുന്നുണ്ടായിരുന്നു. സംശയം ഒക്കെ പറഞ്ഞിരുന്നു നമ്മുടെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ. അപ്പോൾ എന്തായാലും ഇതൊരു ആചാരം എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ഇത്തവണ അത് നടത്താൻ തന്നെ തീരുമാനിച്ചു. ജനങ്ങളുടെ പങ്കാളിത്തം ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത മണിക്കൂറുകളിലെ ചടങ്ങുകൾ? ഇന്നലെ മുതിർന്ന രാജകുടുംബാംഗമായ സുഭദ്ര തമ്പുരാനിൽ നിന്ന് നമ്മൾ അത്തപ്പതാക ഏറ്റുവാങ്ങി ഇവിടെ കൊണ്ടുവന്നതോടുകൂടി ഇനി ഇവിടെ ആഘോഷത്തിന്റെ ദിനരാത്രങ്ങളാണ്. ഇന്ന് ഇവിടെ അത്തം ഗ്രൗണ്ടിലെ പൊതുസമ്മേളന പരിപാടി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അത്തപ്പതാക ഉയർത്തുകയും അതിനുശേഷം ഇവിടെ വിവിധ വാദ്യ കലാരൂപങ്ങൾ, നൃത്ത രൂപങ്ങൾ, അതുപോലെ തന്നെ ടാബ്ലോകളൊക്കെ അണിനിരക്കും. അത് നമ്മുടെ ബഹുമാനപ്പെട്ട MP ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്യും, ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനുശേഷം നിരത്തിലൂടെ ഈ വർണ്ണശബളമായ ഘോഷയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. 2-2:30 മണിയോട് കൂടി ഘോഷയാത്ര തിരിച്ച് അത്തം ഗ്രൗണ്ടിൽ തന്നെ വന്നു ചേരും. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ വലിയൊരു തോതിൽ തന്നെയാണ് നമ്മൾ ഇത്തവണയും നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ധാരാളം കലാകാരന്മാരുടെ ഒരു ആശാ കേന്ദ്രമാണ് അത്താഘോഷം എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഓണം വാരാഘോഷം മാറ്റിവെക്കുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ സ്വാഭാവികമായും തൃപ്പൂണിത്തുറയുടെ അത്തവും മാറ്റിവെക്കുമോ എന്നുള്ള ചിന്ത ആ ജനങ്ങളിൽ ആശങ്ക ഉളവാക്കി. പ്രത്യേകിച്ച് കലാകാരന്മാർ ഇതുമായി ബന്ധപ്പെട്ടേക്കുന്നു. പക്ഷേ അത്താഘോഷ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിക്കൊണ്ട് ഈ കലാകാരന്മാരുടെ ആ ഒരു വിഷമം, അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് വായിച്ചെടുക്കാവുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ഉചിതമായ തീരുമാനത്തിലെത്തുകയായിരുന്നു. വയനാട് ജനതയെ ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കലാകാരന്മാരെയും ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കൂടി ഒരു കൂട്ടുത്തരവാദിത്തമാണെന്നുള്ളതിന്റെ ബോധ്യത്തിലാണ് ഞങ്ങൾ ഈ അത്താഘോഷം നടത്താൻ. ഈ വയനാട് ദുരന്തത്തോട് നമ്മൾ എപ്പോഴും ആ ഒരു ആഭിമുഖ്യം കാണിക്കുമ്പോൾ തന്നെ, കാരണം 25 ലക്ഷം രൂപയാണ് നഗരസഭ ഇതിലേക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളത്. കൂടാതെ കൗൺസിലർമാർ അവരുടെ ഓണറേറിയത്തിൽ നിന്ന് 5000 രൂപ വീതം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്തവണ ഈ ആഘോഷത്തിന് മിച്ചം വരുന്ന പണമൊക്കെ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകുന്നത്. അത് ചെയർപേഴ്സൺ അത് സൂചിപ്പിക്കുകയായിരുന്നു. ഇവിടെ ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഈ കാവടി സംഘങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. കാവടിയാട്ടം ഒക്കെ ഉണ്ട്. അപ്പൊ ആ കാവടിയാട്ടത്തിന് വേണ്ടുന്ന കാവടിയൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ അത്തച്ചമയം ഘോഷയാത്ര എന്ന് പറയുമ്പോൾ കേവലം ഒരു ഘോഷയാത്ര എന്നതിനപ്പുറത്തേക്ക് വർഷത്തിൽ ഒരു വേദി ഒക്കെ മാത്രം കിട്ടുന്ന പല കലാകാരന്മാരുമുണ്ട്. അപ്പോൾ നമ്മുടെ പരമ്പരാഗത കലാരൂപങ്ങൾ അവർക്കൊക്കെ ചിലപ്പോൾ ഒരു വേദിയൊക്കെയാണ് ആകെ ഒരു വർഷം കിട്ടുന്നത്. അതുകൊണ്ട് അവരെയൊക്കെ ഈ പരിപാടിയിലേക്ക് വിളിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പരിപാടി ഉപേക്ഷിച്ചാൽ അവരുടെയൊക്കെ ഒരു വേദി അവർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടുകൂടിയാണ് ഈ ഓണം വാരാഘോഷം സർക്കാർ ഒഴിവാക്കിയെങ്കിലും അത് നടത്താൻ, ഇവിടെ അത്തച്ചമയാഘോഷം നടത്താൻ പിന്നീട് ഒരു തീരുമാനം, ഒരു സ്പെഷ്യൽ സാങ്ഷൻ എന്ന മട്ടിൽ സർക്കാർ നൽകുകയും ഒക്കെ ചെയ്തു. എന്തായാലും അത് ആഘോഷത്തോടെ നടക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന അത്തം ഗ്രൗണ്ടിൽ ഇപ്പോൾ പ്രവിത ലക്ഷ്മി കൂടി ചേരുന്നുണ്ട്. പ്രവിത, ഈ അത്തം ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് കലാകാരന്മാരോടൊപ്പമുണ്ട്. പ്രവിതയിലേക്ക് പോകുന്നു. പ്രവിത, അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങളുണ്ട്? അവിടെ കലാകാരന്മാരൊക്കെ ഘോഷയാത്രയ്ക്ക് അണിനിരക്കാൻ തയ്യാറായി കഴിഞ്ഞല്ലോ, അല്ലേ? ഇവിടെ കലാകാരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അത്തച്ചമയം എന്ന് പറയുന്നത് എല്ലാ കലകളുടെയും ഒരു സംഗമ വേദി കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ കാണാതെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ ഒരു പക്ഷേ അന്യമായി നിൽക്കുന്ന ഒരു കലാരൂപത്തിന്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കാളകളി എന്ന് പറയും ഇതിന്. അപ്പോൾ ഇവരോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ അതിന് മുൻപ് അവരുടെ ആ ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് കുറച്ചു നേരം പോകാം.
പറയുന്നത്. അടിപൊളിയല്ലേ? ഇവിടെ എന്തൊരു ഉത്സവമാണ്, നല്ല ഉത്സവ ആഘോഷങ്ങളാണ് ഇവിടെ. ശരിക്കും കള്ളപ്പറയും ചെറുതാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അത് ഈ ചേട്ടനാണ്. ഞങ്ങള് കൂത്താട്ടുകുളം ഇടയാറ്. എൻ്റെ പേര് അനീഷ്. മോനാണ്. ഇല്ല, പാരമ്പര്യമായിട്ടുള്ളതാ. കൂത്താട്ടുകുളം ഇടയാറ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് കാവിലെ അനുബന്ധിച്ചുള്ളതാണ്. ഇത് കാള എന്ന് പറയുന്നത് നന്ദികേശനും ദേവിയും കൂടെ തമ്മിൽ ചേർന്നുള്ള ഇതാണ്. അതായത് നന്ദികേശന്റെ കാളയും ശിവന്റെ തുടിയുമാണ്. കൊട്ടിക്കൊണ്ട് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ കാളകളിയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അടുത്തിങ്ങനെ കാണുന്നത്. പണ്ടെപ്പോഴോ കണ്ടിട്ടുണ്ട് തന്നെ, ഉത്സവത്തിനൊക്കെ നമ്മൾ കാണാറുണ്ട്. അല്പം മുൻപ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും ഈ ഇങ്ങനെയുള്ള അതാണ് അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് സ്മിതയും പ്രവിതയും അത് വിശദീകരിക്കുകയായിരുന്നു. പല വ്യത്യസ്തമായ കലാരൂപങ്ങൾ, അതിപ്പോൾ പലതിനും ഞാൻ പറഞ്ഞതുപോലെ ആകെ ഈ ഒരു വേദിയൊക്കെ ആയിരിക്കും ഒരു വർഷം കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ നാട്ടിലെ ഈ അന്യം നിന്നു പോകുന്ന അത്തരം കലാരൂപങ്ങൾ അത് കേരളത്തിൽ പല സ്ഥലത്തും ഇപ്പോൾ പ്രാചീന കലാരൂപങ്ങൾ എന്ന മട്ടിൽ ചില പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അത്തരം കലാരൂപങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു വേദിയാണ്. ഇപ്പോൾ ഈ ഘോഷയാത്രയ്ക്ക് പോകുന്നതിന് ഘോഷയാത്ര അത് ഇവിടുന്ന് അല്പസമയത്തിനകം പുറത്തേക്ക് പോകും. ആ ഘോഷയാത്ര തൃപ്പൂണിത്തുറ നഗരം ചുറ്റി തിരികെ ഈ ഗ്രൗണ്ടിൽ തന്നെ വരും. അതോടെയാണ് ഈ ഘോഷയാത്രയുടെ ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നത്. വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ആന അത് ഘോഷയാത്രയിൽ അണിനിരക്കുന്നതാണ്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം ഈ പ്രധാന വേദി, ഞാൻ നിൽക്കുന്ന ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ അല്പസമയത്തിനകം അത്തം പതാക ഉയർത്തും. അവിടെയാണ് പൊതുസമ്മേളനവും നടക്കുന്നത്. കേരള നിയമസഭാ സ്പീക്കർ അതിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഈ പതാക ഉയർത്തൽ മന്ത്രി പി രാജീവാണ്. അപ്പോൾ ആ വേദിയിൽ നിന്ന് അനുജ രാജേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനുജ, ഈ ഘോഷയാത്രയുടെ തുടക്കം കുറിക്കുന്നത് പതാക ഉയർത്തലോടെയാണ്. ഒരു 9:45 ആകുമ്പോഴേക്കും ആ ചടങ്ങ് പതാക ഉയർത്തൽ നടക്കും എന്നാണ് ഇപ്പോൾ നേരത്തെ അതിന്റെ സംഘാടക സമിതിയുടെ അധ്യക്ഷ കൂടിയായ നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചത്. അപ്പോൾ ഇപ്പോൾ വെയിലുണ്ട്, മഴ പെയ്താൽ ഘോഷയാത്ര അത് ബാധിക്കും. പക്ഷേ ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ലാതെ ഘോഷയാത്രയ്ക്ക് നഗരം ചുറ്റി വരാൻ കഴിയും. എന്താണ് ഈ പ്രധാന വേദിയിലെ വിവരങ്ങൾ അനുജ? അതെ, വിജയകുമാർ പറഞ്ഞതുപോലെ ഈ കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയാത്തൊരു തരത്തിലേക്കാണ്. കാരണം കുറച്ച് മുൻപ് ഒരു വെയിലുള്ളതുപോലെ ഉണ്ട് എന്ന് ഞാൻ എസ്കേനോട് പറഞ്ഞ് തൊട്ട് പിന്നാലെ മഴയും ഒക്കെ കണ്ടു. അപ്പോൾ വലിയ കാർമേഘം മൂടി നിൽക്കുന്ന ആകാശത്തെയാണ് പിന്നെ കണ്ടത്. എന്നാൽ ഇപ്പോൾ വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ തരത്തിലേക്ക് നിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഞാൻ ഈ നിൽക്കുന്നത് തൊട്ട് മുൻപിലാണ്, വേദിക്ക് തൊട്ട് മുൻപിൽ, എൻ്റെ തൊട്ട് മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട് കൊടിമരം. ഇവിടെയാണ് അത്തം പതാക ഉയർത്തുന്നത്. മന്ത്രി പി രാജീവാണ് പതാക ഉയർത്തുന്നത്. ആ പതാക രാജകൊട്ടാരത്തിൽ നിന്ന്, രാജപ്രതിനിധിയിൽ നിന്ന് ഏറ്റുവാങ്ങുക എന്നതാണ് ആദ്യ ചടങ്ങ്. അത് ഇന്നലെ തന്നെ നടന്നിട്ടുണ്ട്. കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആ പതാക അവിടെ നിന്ന് കൈമാറിയിട്ടുണ്ട്. അതിനുശേഷം ആ പതാകയുമായി ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ ഘോഷയാത്രയുടെ അകമ്പടിയോടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. കൊടിമരവും ഒക്കെ അങ്ങനെ ആ തരത്തിലേക്കാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ ഔദ്യോഗിക പരിപാടി അല്പസമയത്തിനകം തന്നെ നടക്കും. അത്തം പതാക ഉയർത്തിയതിനു ശേഷം അത്തച്ചമയ ഘോഷയാത്രയുടെ ഉദ്ഘാടനം നടക്കും. സ്പീക്കറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഹൈബീഡൻ MP ആണ്. കൂടാതെ ഫ്രാൻസിസ് ജോർജ്, അനൂപ് ജേക്കബ്, കെ ബാബു എന്നിവരൊക്കെ ജനപ്രതിനിധികൾ പങ്കെടുക്കും. കളക്ടർ ഉണ്ടാകും. അങ്ങനെ ഇതൊരു ജനകീയ ആഘോഷമാണ്, ജനകീയ ഉത്സവമാണ്, ഓണത്തിന്റെ വിളംബരം കുറിക്കുന്ന ആഘോഷമാണ്. സംസ്ഥാനത്തൊട്ടാകെ ഇതോടെ ഓണാഘോഷങ്ങൾക്ക് കൂടി തുടക്കമാവുകയാണ്. ഇനി വരുന്ന 10 നാൾ ഓണത്തിന്റെ കേളികൊട്ടുയരുകയാണ് സംസ്ഥാനത്ത്. നമ്മൾ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ പോലും ഈ ഓണം എന്നൊക്കെയുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്സവം കൂടിയാണ്. ആ തരത്തിലേക്ക് ഈ അത്തച്ചമയ ഘോഷയാത്ര നടത്തണമോ എന്നതിലൊരു ചെറിയ അവ്യക്തത ഉണ്ടായിരുന്നു. അത് പാടില്ല എന്നൊക്കെയുള്ളൊരു അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ചില ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. പക്ഷേ അത് അതേ രീതിയിൽ നടത്തണം, നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് പിന്നീട് നഗരസഭ തീരുമാനിക്കുകയും സർക്കാർ അതിന് അനുവാദം നൽകുകയും ചെയ്തു. അങ്ങനെയാണിത് ഇത്തവണയും നല്ല രീതിയിൽ തന്നെ നടത്താൻ സർക്കാർ തീരുമാനിച്ച നഗരസഭയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ തന്നെ അത്തച്ചമയ ഘോഷയാത്ര നടന്നിട്ടുണ്ട്. അതിനു മുൻപ് 2-3 വർഷങ്ങളിൽ ഒരാഘോഷവും ഉണ്ടായിരുന്നില്ല. നമുക്ക് കോവിഡ് മൂലം 2 വർഷം, കൂടാതെ പ്രളയം, ഇതൊക്കെ കൊണ്ട് ഈ ആഘോഷങ്ങൾ നടക്കാതെ പോയിരുന്നു. എന്നാൽ ഇപ്പോൾ വിപുലമായ രീതിയിൽ തന്നെ ആഘോഷം നടത്തുക എന്നതാണ് പല ഇടങ്ങളിൽ നിന്ന്. നേരത്തേക്ക് നമ്മൾ കണ്ടതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ കലാകാരന്മാർ ഇതിനു വേണ്ടി എത്തിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായി ഇതിൽ സാമ്പത്തിക നേട്ടമോ ഒന്നുമില്ല. പക്ഷേ അവരുടെ ഒരു ആഗ്രഹം കൊണ്ട്, ഇച്ഛാശക്തി കൊണ്ടൊക്കെ ഇതിൽ വന്ന് പങ്കെടുത്ത് പോകുന്നതാണ്.